റിയാദിലെ പുതിയ വിമാനത്താവളത്തിന്റെ നിർമ്മാണത്തിന് അടുത്ത വർഷം തുടക്കമാകും. ഓരോ വർഷവും 4 കോടി യാത്രക്കാർക്ക് ഉപയോഗിക്കാനാകുന്നതാകും പുതിയ വിമാനത്താവളം. റിയാദിലെ നിലവിലുള്ള കിങ് ഖാലിദ് വിമാനത്താവളം പതിയെ പുതിയ വിമാനത്താവളത്തിലേക്ക് മാറ്റും. ഹജ്ജിന്റെയും കായിക മാമാങ്കങ്ങളുടെയും തിരക്കേറുന്ന സാഹചര്യത്തിൽ പുതിയ യാത്രാ ഹബ്ബായി റിയാദ് വിമാനത്താവളം മാറും. റിയാദിൽ നിന്ന് മിഷാൽ ചെർപ്പുളശ്ശേരിയാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. വിശാൽ, സൗദിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റത്തിന് തുടക്കം കൂടിയാകും ഈ പുതിയ വിമാനത്താവളം. ഏത് രീതിയിലൊരു ഇമ്പാക്റ്റ് ആകും ഈ പുതിയ വിമാനത്താവളം സൗദിയിൽ സൃഷ്ടിക്കും? ഒപ്പം തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരിക്കും വിശാൽ? റിയാദിലാണ് പുതിയ വിമാനത്താവളം ഒരുങ്ങുന്നത്. ഹജ്ജ് എക്സ്പോ 2030, വരാനിരിക്കുന്ന വേൾഡ് കപ്പ് തുടങ്ങിയ വലിയ ഇവന്റുകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് പുതിയ വിമാനത്താവളത്തിന് പദ്ധതിയിടുന്നത്. അടുത്ത വർഷമായിരിക്കും വിമാനത്താവളത്തിന്റെ നിർമ്മാണം തുടങ്ങുക. ഏകദേശം 4 കോടിയിലധികം യാത്രക്കാരെ ഉൾക്കൊള്ളാനാവും വിധം, യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ കഴിയും വിധത്തിലായിരിക്കും പുതിയ വിമാനത്താവളത്തിന്റെ നിർമ്മാണം. AI പവേർഡ് സെക്യൂരിറ്റി സിസ്റ്റം അടക്കമുള്ള അത്തരം സംവിധാനങ്ങൾ അടക്കമുള്ള മുഴുവൻ സാങ്കേതിക വിദ്യകളും അവൈലബിൾ ആകുന്ന രീതിയിലായിരിക്കും നിർമ്മാണം. അതുപോലെ തന്നെ ഹോട്ടലുകൾ, ഷട്ടിൽ സേവനങ്ങൾ, റീറ്റെയിൽ ഷോപ്പുകൾ തുടങ്ങിയ സംവിധാനങ്ങളും ഈ ഒരു എയർപോർട്ടിന്റെ ഭാഗമായി നിർമ്മിക്കും. 2029 ഈ പുതിയ എയർപോർട്ടിന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പുതിയ എയർപോർട്ട് നിലവിൽ വരുന്നതോടെ നിലവിൽ റിയാദിലുള്ള കിങ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പ്രവർത്തനങ്ങൾ പുതിയ എയർപോർട്ടിലേക്ക്, പുതിയ വിമാനത്താവളത്തിലേക്ക് മാറ്റാനാണ് പദ്ധതി. ഈ ഒരു വലിയ പദ്ധതിയുടെ ഭാഗം കൂടിയാണ് ഈ ഒരു പുതിയ നിർമ്മാണം. റിയാദിനെ വലിയ ഗതാഗത ഹബ്ബാക്കി മാറ്റുന്നതിന്റെ ഭാഗം കൂടിയാണ് പുതിയ തീരുമാനങ്ങൾ.